പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ യുദ്ധം നടക്കുകയാണ്. ഇസ്രായേലും അമേരിക്കയും ഒരു വശം, ഇറാൻ മറ്റൊരു വശം. അതുപോലൊപ്പം തന്നെ മറ്റു തീവ്രവാദ ഗ്രൂപ്പുകളും ഇറാനെ സഹായിച്ച് യുദ്ധത്തിന് മുന്നോട്ട് വരികയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ആഗ്രഹിക്കുന്നത് യുദ്ധമല്ല, സമാധാനമാണ്, സ്നേഹമാണ്. യേശുക്രിസ്തുവിൻ്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് യേശു സ്നേഹമാണ്, യേശു സമാധാനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇസ്രായേലും അമേരിക്കയും ഒരു വശവും ഇറാനും മറ്റുള്ള തീവ്രവാദ സംഘടനകളും മറ്റൊരു വശത്തും കൂടെ പരസ്പരം പോരാടുമ്പോൾ മനുഷ്യ മക്കൾ പെടഞ്ഞ് വീഴുകയാണ്, മരിച്ചു വീഴുകയാണ്. എത്രയോ കുടുംബങ്ങൾ അനാഥമാകുകയാണ്, രാജ്യം ശിഥിലമാകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും പതിനായിരക്കണക്കിന് ആളുകൾ ഈ ഗൾഫ് മേഖലയിലും അതുപോലെ ഇസ്രായേലിലും മറ്റു യൂറോപ്യൻ കൺട്രീസിലും ജോലി തേടി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും അവരുടെയൊക്കെ വരുമാനം കൊണ്ടാണ് കേരളത്തിലെ സമ്പദ് വ്യവസ്ഥ പിടിച്ചു നിൽക്കുന്നത്. അവർ പണം അയക്കുമ്പോൾ ആ പണം കൊണ്ട് ഇവിടെ സാധനങ്ങൾ വാങ്ങുന്നു, കൊടുക്കുന്നു, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും ഇവിടെ ബിസിനസ് മേഖലകൾ പച്ചപിടിക്കുന്നു. കാർഷിക മേഖലകളിൽ അത് വലിയൊരു ഉണർവ് നൽകുന്നു. ഇവിടുത്തെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നു. എന്നാൽ അവർക്ക് ജോലിയൊന്നും ഇല്ലാതെ, അവർക്ക് ശമ്പളം കേരളത്തിലേക്ക് അയക്കാതെ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അയക്കാതെ, അല്ലെങ്കിൽ ജോലിയൊന്നും ഇല്ലാതെ കേരളത്തിലേക്കോ ഇന്ത്യയിലേക്കോ അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ല. പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ അനാഥമാകും. അക്രമങ്ങൾ, അനീതികൾ, തിന്മകൾ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മുടെ രാജ്യത്തും ഉണ്ടാകും. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥന വഴി യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ കഴിയും. യേശുവിന് മാത്രമേ ഇതിൽ ഇടപെടാൻ സാധിക്കുള്ളൂ. മറ്റുള്ള ലോകരാജ്യങ്ങളെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ക്രിസ്തു ഇടപെട്ടാൽ, യേശുക്രിസ്തു ഇടപെട്ടാൽ ഏത് ഭരണാധികാരിയെയും തൻ്റെ കീഴിലാക്കാം, യുദ്ധം അവസാനിപ്പിക്കാം. അപ്പോൾ യേശു ഇടപെടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദേവാലയങ്ങൾ തുറന്നു വെക്കണം. പരിശുദ്ധ കുർബാനയുടെ